നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വർക്കല പാപനാശത്ത് കടൽ ഉൾവലിഞ്ഞതോടെ സഞ്ചാരികളുടെ എണ്ണത്തിലും വൻ കുറവ് അനുഭവപ്പെടുകയാണ്. കടൽ ഉൾവലിഞ്ഞതിനെ തുടർന്നുണ്ടായ ആശങ്കയാണ് സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നത് എന്നാണ് നിഗമനം. ഏകദേശം 25 മീറ്ററോളം കടൽ ഉൾവലിഞ്ഞ അവസ്ഥയിലാണ്. കടൽ വളരെയധികം ശാന്തവും തിരമാലകളുടെ ശക്തി വളരെയധികം കുറഞ്ഞിട്ടുമുണ്ട്. അതേസമയം വേനൽക്കാല വേലിയിറക്ക സമയത്ത് ഇത് സാധാരണ പ്രതിഭാസമാണെന്നും ഇതിൽ ആശങ്ക വേണ്ടെന്നും ജാഗ്രത മതിയെന്നും ലൈഫ് ഗാർഡുകൾ പറയുകയാണ്. കഴിഞ്ഞ വർഷം കടൽ ഏകദേശം 50 മീറ്ററോളം ഉൾവലിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതോടെ ആശങ്കയിലാണ് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ. അതേസമയം കടൽ ഉൾവലിഞ്ഞതിന് എന്താണ് കാരണമെന്ന് വ്യക്തമല്ല. കടൽ ഉൾവലിഞ്ഞ നിലയിൽ കാണുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് വലിയ ആശങ്കയിലാണ് തീരവാസികൾ. നേരത്തെ 2 തവണയാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം കണ്ടതെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. സുനാമിക്ക് മുമ്പും ചാകരയ്ക്ക് മുമ്പുമാണ് നേരത്തെ കടൽ ഉൾവലിഞ്ഞതായി കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത് ചാകരയ്ക്ക് മുമ്പുള്ള ഉൾവലിയാണെന്ന നിഗമനത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. അതേസമയം ആശങ്കയും ഉയരുന്നുണ്ട്. എന്നാൽ ആലപ്പുഴ പുറക്കാട് കടൽ ഉൾവലിഞ്ഞതിൽ ആശങ്ക വേണ്ടെന്നും ഇതൊരു സ്വാഭാവിക പ്രതിഭാസമാണെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അമ്പലപ്പുഴ തഹസിൽദാർ, റവന്യൂ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. ചാകരയ്ക്ക് മുന്നോടിയായുള്ള സ്വാഭാവിക മാറ്റമാണെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ആലപ്പുഴ പുറക്കാടാണ് 50 മീറ്ററോളം കടൽ ഉൾവലിഞ്ഞത്. 850 മീറ്ററോളം ഭാഗത്താണ് കടൽ ഉൾവലിഞ്ഞത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസമുണ്ടായത്. കടൽ ഉൾവലിഞ്ഞതോടെ ആശങ്കയിലായിരുന്നു പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ. ഇന്നലെ രാവിലെയാണ് തീരദേശവാസികൾ സംഭവം കണ്ടത്. കടൽ ഉൾവലിഞ്ഞ നിലയിൽ കാണുകയായിരുന്നു. നേരത്തെ 2 തവണയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം കണ്ടതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. സുനാമിക്ക് മുമ്പും ചാകരയ്ക്ക് മുമ്പും നേരത്തെ കടൽ ഉൾവലിഞ്ഞതായി കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത് ചാകരയ്ക്ക് മുമ്പുള്ള ഉൾവലിയാണെന്ന നിഗമനത്തിൽ തന്നെ എത്തി നിൽക്കുകയാണ് നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും.